ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ യു കെയിലേക്ക് വരാൻ വേണ്ടിയിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വന്ന കുറച്ച് മെസ്സേജുകൾ നാട്ടിൽ നിന്നുള്ളതായിരുന്നു. ഇങ്ങോട്ടേക്ക് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ കയറി വരാൻ ഇരിക്കുന്ന കുട്ടികളുടെ മെസ്സേജുകളായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് കുറേ മോഹനസുന്ദര വാഗ്ദാനങ്ങളൊക്കെ ഏജൻസികളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ അബദ്ധധാരണകളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ മെസ്സേജ് വന്നപ്പോഴാണ് എനിക്ക് അന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് തോന്നിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോസിറ്റീവിൽ സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ട് യു കെ ചൂസ് ചെയ്യണം എന്നുള്ളതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ നാട്ടിൽ നിന്ന് വിട്ട് പുറത്തെവിടെയെങ്കിലും പോയി പഠിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ കാനഡയും ഓസ്ട്രേലിയയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യു കെ തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. കാരണം നമ്മൾ എഡ്യൂക്കേഷൻ ഫീയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ ഈ രണ്ട് കൺട്രീസിലേക്കാളും കുറച്ചും കൂടെ കുറവാണ് യു കെയിലെ എഡ്യൂക്കേഷൻ ഫീസ്. പിന്നെ അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസും യു കെയിൽ ചെറിയൊരു എമൗണ്ട് എങ്കിലും സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. അപ്പം ആ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിയുമ്പോൾ കാനഡയും ഓസ്ട്രേലിയയൊക്കെ നോക്കുന്നതിനേക്കാളും എഡ്യൂക്കേഷൻ ഫീ എന്നുള്ളൊരു എലമെന്റ് ചിന്തിക്കുമ്പോൾ യു കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ എഡ്യൂക്കേഷൻ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട്, കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസൊക്കെ അതിന് അത്യാവശ്യം സപ്പോർട്ടീവ് ആണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. നമ്മൾ വർക്ക് ചെയ്യാൻ റെഡിയാണ്, നമുക്ക് അതിനുള്ള സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും അതിനനുസരിച്ചുള്ള സപ്പോർട്ട് കിട്ടും. നിങ്ങൾക്ക് ഫർദർ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിച്ച് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഒബിയസ്ലി നിങ്ങൾക്ക് പഠിത്തത്തോടൊപ്പം തന്നെ ഒരു നല്ല പാർട്ട് ടൈം ജോബും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേ ടു ഡേ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പിന്നെ യു കെയിലെ കൾച്ചർ എന്ന് പറയുന്നത് ഒരു മൾട്ടി കൾച്ചറാണ്. ഇവിടെ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ പരിചയപ്പെടാം, പല കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ കുറച്ചും കൂടെയൊക്കെ ലൈഫിലൊക്കെ ഒരു എക്സ്പീരിയൻസുകൾ കിട്ടണമെങ്കിൽ യു കെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് യു കെ സെലക്ട് ചെയ്യാൻ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന കാരണങ്ങൾ. ഞാൻ യു കെയിലേക്ക് വരുന്ന ടൈമിൽ ഞാനിവിടെ എത്തുന്നത് 2022 സെപ്റ്റംബർ ഇൻടേക്കിലാണ്. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ യു കെ ഒരു എഡ്യൂക്കേഷന് വേണ്ടി സെലക്ട് ചെയ്ത കാരണം ഇങ്ങോട്ടേക്ക് ജസ്റ്റ് കയറി വരാനുള്ള ഒരു മാർഗം അങ്ങനെ മാത്രം കണ്ടുകൊണ്ടാണ് യു കെ സെലക്ട് ചെയ്തത്. കാരണം എനിക്ക് ഓൾറെഡി നാട്ടിലൊരു PG ഉണ്ട്. പിന്നെ ഇവിടെ വന്നൊരു PGയും കൂടി എടുക്കുന്നതിൽ വലിയ അർത്ഥമൊന്നും ഉണ്ടായിട്ടല്ല, ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കടന്നു വരാനുള്ളൊരു മാർഗം എന്നുള്ള കരുതി മാത്രമാണ് യു കെ സെലക്ട് ചെയ്ത് വന്നത്. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. ഇപ്പം യു കെയിൽ ഞാനൊരു PG ചെയ്തിട്ടുണ്ട്, നാട്ടിലൊരു PG ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ സെയിം ആണെങ്കിൽ പോലും നമുക്കത് പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ വെറുതെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മാത്രം പഠിക്കുമ്പോൾ ഇവിടെ നമ്മൾ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ രീതിയും കൂടെ പഠിച്ചാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് നാട്ടിലെയും ഇവിടെയും തമ്മിലൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു വഴിയായിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ എഡ്യൂക്കേഷനെ കണ്ടത്. പക്ഷേ ഇപ്പം അതല്ല കണ്ടീഷൻ. ഞങ്ങൾ ആ ടൈമിൽ വരുന്ന സമയത്ത് ഡിപ്പെൻഡന്റ് വിസ അലൗഡ് ആയിരുന്നു. അപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ കൂടെ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കൂടെ കൊണ്ടുവരാൻ പറ്റും. അപ്പം നമുക്ക് ഫാമിലി ആയിട്ട് തന്നെ ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അതല്ല അവസ്ഥ. ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് വരുന്നവർക്കല്ലാതെ PG എടുക്കാനും അല്ലെങ്കിൽ ഡിഗ്രി എടുക്കാനും ഒക്കെ വരുന്നവർക്ക് ഡിപ്പെൻഡന്റിനെ കൂടെ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിപ്പോഴത്തെ വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ മാരീഡൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് കയറി വന്നാലും നമ്മുടെ ഫാമിലി നാട്ടിലും നമ്മൾ ഇവിടെ ആയിട്ട് നിൽക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് PSWന് യാതൊരു പ്രശ്നവും ഇല്ല യു കെയിൽ. പക്ഷേ അങ്ങനെ ഒരു പ്രൊപ്പോസൽ പോയിട്ടുണ്ട്. PSW നിർത്താം എന്നൊരു പ്രൊപ്പോസൽ പാർലമെന്റിൽ പോയിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ പാസ്സായിട്ടില്ല. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെ PSW യു കെയിൽ അലൗഡ് ആണ്. നമുക്ക് പഠിത്തം കഴിഞ്ഞാൽ 2 വർഷത്തെ സ്റ്റേ ബാക്ക് കിട്ടും. പക്ഷെ അതിന് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. കാരണം ലാസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയ കുറെ നിയമങ്ങളാണ് യു കെയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ മൊത്തം തകിടം മറിക്കുന്ന രീതിയിലാണ് നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ
PSW നിർത്തലാക്കാൻ ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിൽ കാണുന്നത് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് വന്നൊരു മെസ്സേജിനകത്ത് ഒരു കുട്ടി എന്നോട് പറഞ്ഞിരുന്നു, ഏജൻസിയിൽ നിന്നൊക്കെ മാസം ഇപ്പോൾ പാർട്ട് ടൈം ഇവിടെ വർക്ക് ചെയ്താൽ കൂടി മാസം 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയൊക്കെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും എന്നാ ചേച്ചി ഏജൻസി എന്ന് പറഞ്ഞത് എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന്. ഞാൻ കഴിഞ്ഞ വർഷം വരെ പാർട്ട് ടൈം ജോബ് ചെയ്തിരുന്ന ഒരാളാണ്. എനിക്ക് മന്ത്ലി കിട്ടിക്കൊണ്ടിരുന്നത് 800 പൗണ്ടാണ്. ആ 800 പൗണ്ടിൽ ഇപ്പം നമ്മളൊരു ഇപ്പൊ പോട്ടെ, ഇപ്പൊ ഒരു 1000 പൗണ്ട് വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. പക്ഷെ അതിനനുസരിച്ച് ഇവിടുത്തെ എക്സ്പെൻസുകളും ഡേ ടു ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു ഷെയർ അക്കോമഡേഷൻ ആണെങ്കിൽ കൂടിയും ഒരു 400 പൗണ്ട് 500 പൗണ്ടിനിടയ്ക്ക് നമുക്ക് റെന്റ് വരും, ഷെയർ ആണെങ്കിൽ കൂടിയും. അപ്പോൾ അത് നമ്മുടെ ഏണിങ്സിന്റെ പകുതി നമ്മൾ റെന്റായിട്ട് പോവും. പിന്നെ നമുക്ക് ഫുഡിന് എക്സ്പെൻസ് ഉണ്ട്, ട്രാവലിംഗ് എക്സ്പെൻസുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷന്റെ ടൈം കഴിഞ്ഞ് ഇപ്പൊ ഫീസ് അടയ്ക്കേണ്ടവർക്കാണെങ്കിൽ ഫീസ് അടയ്ക്കണം, എഡ്യൂക്കേഷൻ ലോൺ ഉള്ളവർക്ക് എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കണം. ഇതെല്ലാം കഴിഞ്ഞ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നമ്മളൊരു PSWയിലേക്ക് കടക്കാൻ നിന്ന് കഴിയുമ്പോൾ PSWന് ഇപ്പോഴത്തെ രീതിക്കാണെങ്കിൽ 3000 പൗണ്ട് നമ്മൾ PSW എടുക്കുന്ന ടൈമിൽ പേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ക്യാഷ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ PSWനുള്ള ക്യാഷൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് PSW എടുത്തിട്ട് വേണമായിരിക്കും നമുക്ക് എഡ്യൂക്കേഷൻ ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറൊരു സ്പോൺസർഷിപ്പ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് എടുത്തോണ്ട് വന്ന ലോൺ എമൗണ്ട് തിരിച്ചടച്ച് നാട്ടിൽ പോകാം എന്നൊരു കണ്ടീഷനായി പോകും. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. സ്റ്റുഡന്റ് ആയിട്ട് ഇവിടെ വന്ന് ഇവിടെ തന്നെ സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എടുത്തു വരുന്ന കോഴ്സ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് ആണ് എന്നുള്ളത് നിങ്ങൾ വരുന്നതിന് മുന്നേ ഉറപ്പുവരുത്തണം. ചുമ്മാ ഒരു കോഴ്സ് എടുത്ത് വരാതെ ഇവിടെ ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു കോഴ്സ് എടുത്ത് വരാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ പലരും എന്നോട് ചോദിച്ചിരുന്നു, നമ്മളൊരു ലോണൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ ലോൺ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്ന്. എനിക്ക് തോന്നുന്നത് നമുക്കിവിടെ വന്ന് വലിയ താമസമില്ലാതെ ഒരു 1 മാസം 2 മാസത്തിനുള്ളിൽ ഒരു പാർട്ട് ടൈം ഒക്കെ സെറ്റായി കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് ഒരു ഫുൾ ടൈമിലേക്കൊക്കെ കയറാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു സാഹചര്യമായിട്ട് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് പറ്റും. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നമ്മൾ കുറച്ചധികം നാള് ജോലി ഇല്ലാണ്ടിരിക്കേണ്ട ഒരു സാഹചര്യം വന്നു, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നമുക്ക് ക്യാഷ് ഇങ്ങോട്ടേക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരേണ്ട ഒരു സാഹചര്യം വന്നു, അങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ കാര്യങ്ങൾ മൊത്തം നമ്മുടെ കൈവിട്ട് പോകും. നമുക്ക് ചിലപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ ഒന്നും തിരിച്ചടയ്ക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതാണ് അതിന്റെ പോസിറ്റീവും നെഗറ്റീവും സൈഡ്. നമുക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ എല്ലാം തിരിച്ചടച്ച് ഫ്രീ ആവാനായിട്ട് പറ്റും. അതല്ലാതെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ അതും കൂടെ എക്സ്പെക്ട് ചെയ്യണം എപ്പോഴും. കാരണം ഇവിടെ ഒരു കാര്യവും ഇപ്പം നമ്മുടെ കൺട്രോളിലല്ല നിൽക്കുന്നത്. നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ആൾക്കാർ ഇവിടെ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ചിന്തിച്ചിട്ട് മാത്രമാണ് ഈ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്പോൺസർഷിപ്പ് കിട്ടി ഇവിടെ നിൽക്കാനായിട്ട് പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നവരുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് സ്പോൺസർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് ഇപ്പൊ ശരിക്കും ഒരു ടാസ്ക് ആണ്. കാരണം ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പൊ അറിയാലോ, UK ഇപ്പോഴത്തെ നിയമപ്രകാരം സ്പോൺസർഷിപ്പ് കിട്ടി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 32,000 പൗണ്ട് ആനുവൽ സാലറി ഉണ്ടായിരിക്കണം. അത് ഒരു പ്രൈവറ്റ് സെക്ടറിലൊക്കെ കണ്ടുപിടിക്കാനായിട്ട് എത്രത്തോളം പാടാണെന്നുള്ളത് നമ്മൾക്കൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. അതിനാകപ്പാടെ ഒരു എക്സംഷൻ ഉള്ളത് NHSൽ, അങ്ങനെ പബ്ലിക് സെക്ടറിൽ ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പല്ല. പക്ഷെ NHSൽ അങ്ങനെ ഒരു എക്സംഷൻ ഉണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അങ്ങനെ ഒരു എക്സംഷൻ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ അതുപോലെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു 100% ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ഭാഗ്യം പോലെയും നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് പോലെ ഇരിക്കും കോഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുക എന്നുള്ളത്. ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ ഒന്നും അർത്ഥം നിങ്ങൾ ആരും സ്റ്റുഡന്റ് വിസയിൽ ഇങ്ങോട്ട് കയറി വരരുതെന്നല്ല കേട്ടോ. ഞാൻ അതിന്റെ 2 വശവും സംസാരിച്ചെന്നേ ഉള്ളൂ. എന്റെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ അതിനൊരു ബെനിഫിറ്റ് കിട്ടും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു രാജ്യമാണ് UK. നമ്മൾ ട്രൈ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു വരും. പക്ഷേ നിങ്ങൾ ഏജൻസികൾ പറയുന്നത് മാത്രം വിശ്വസിച്ച് വരാതെ ഒരു പ്ലാൻ എയും പ്ലാൻ ബിയും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാം എന്നൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. പ്ലാൻ എ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സർവൈവ് ചെയ്ത് പോകാമെന്നുള്ളത്. ഇൻ കേസ് അത് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു പ്ലാൻ ബി ഓപ്ഷനും കൂടെ എപ്പോഴും നിങ്ങൾ കൈ കരുതണം.
അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ UK വരാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.